ഹലോ ഗായ്സ്, ഐ എം എഡിഎക്സ്. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ കണ്ടുവരുന്ന കുറച്ച് പൊതുശല്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഫസ്റ്റ് കൂട്ടർ എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങി സിനിമയുടെ പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നവർ. ചിലരെന്നൊക്കെ പറഞ്ഞാൽ ക്യാമറ അങ്ങ് ഓണാക്കി വെച്ചേക്കും, എന്നിട്ട് കറക്റ്റ് ടൈമിൽ ഫോട്ടോ എടുക്കും. ചില ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന മൊണ്ണകളുണ്ട്, എല്ലാവരും കൂടി സ്ക്രീനിൽ നിന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് ആർക്കെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ എടാ സെൻഡാക്ക് എന്നൊക്കെ പറഞ്ഞ സംസാരങ്ങളും സ്റ്റാറ്റസുകളിലും. നിങ്ങൾ ഈ സിനിമ കാണാൻ വന്നിരിക്കുന്ന നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ലേ സ്റ്റാറ്റസ് ഇടുന്നത്? അതിന് ഇങ്ങനെ തന്നെ ചെയ്യണം. ആക്ച്വലി തിയേറ്ററിൽ വരുന്ന സമയത്ത് അവിടെയുള്ള പോസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഇരുന്നൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ ടിക്കറ്റിൻ്റെയോ ഒരു സെൽഫിയോ അങ്ങനെയൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടൂടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. സിനിമ കാണുന്ന സമയത്ത് ഇതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത്, ഇവർ ഫോൺ സൈലൻ്റ് ആക്കുകയോ ബ്രൈറ്റ് കുറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ഇനി വല്ല ഫോൺ കോൾ വന്നാലോ ഒച്ചത്തിലങ്ങ് സംസാരിക്കും. അവർ തിയേറ്ററിലാണെന്നോ മറ്റുള്ളവരവിടെ ഇരിപ്പുണ്ടെന്നോ അങ്ങനെയൊന്നും യാതൊരു ചിന്തയുണ്ടാവില്ല. അതും അല്ലെങ്കിൽ ഫോൺ കൈപ്പിടിച്ച് അങ്ങ് ഇരിക്കും, അന്നല്ലെങ്കിൽ മടിയിൽ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, അല്ലെങ്കിൽ ചാറ്റിങ്, ഓൺലൈൻ ഷോപ്പിംഗ് വരെ നടത്തുന്നവരുണ്ട് ആ സമയത്ത്. പിന്നെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്, ഡൈസീറെ പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് സൈലൻസ് ഒക്കെ ആയിട്ടുള്ള സിനിമകളുടെ ഇടയ്ക്ക് കോമഡി കമൻറ്റ് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചോട്ടാ മുംബൈ, ആട്, ഇങ്ങനത്തെ സിനിമകളുടെ ഇടയ്ക്ക് ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ പടത്തിൻ്റെയൊക്കെ ഒരു വൈബ് അങ്ങനെയാണ്. എന്നാൽ എല്ലാ പടവും അങ്ങനെയല്ല. നമ്മൾ നല്ല ഓളം ഉണ്ടാക്കി കാണുന്ന സിനിമകളുണ്ട്. ചിലപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ പോലും കേട്ടാൽ മോശമെന്ന് തോന്നിപ്പിക്കുന്ന കമൻ്റ് അടിക്കുന്നവരവരെ ഉണ്ട്. അതൊക്കെ വളരെ മോശമാണ്. ഇനി അടുത്ത കൂട്ടരെന്ന് പറയുന്നത്, കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് കയറ്റി ലോസ്റ്റായിട്ട് വരുന്നവരാണ്. വല്ല ബുദ്ധിമുട്ടും തോന്നി പറഞ്ഞാലോ പിന്നെ ഏണിയാം. ഈ വാണങ്ങളൊക്കെ വിചാരിച്ചത് എന്തോ വലിയ മാസമാണെന്നാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നത് ഒരു മാന്യതയാണ് ആക്ച്വലി. ഇതൊക്കെ പറഞ്ഞാലും മനസ്സിലാവാതെ കോണയടിച്ചു വരുന്ന ആളുകളുണ്ട്. സഹോദര, ഞങ്ങളും പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ സിനിമ കാണാൻ വരുന്നത്, അല്ലാതെ നിങ്ങളുടെ തോന്നിയ ദിവസം കാണാൻ വേണ്ടിയാണോ? അല്ല. സിനിമയെ സ്നേഹിക്കുന്ന, തിയേറ്ററിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്ക് ഇതൊക്കെ ശരിക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഫോൺ സൈലൻ്റ് ആക്കുക, ബ്രൈറ്റ് കുറച്ച് വയ്ക്കുക എന്നതൊക്കെ ഒരു മര്യാദയാണ്. മറ്റുള്ളവരുടെ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനുള്ളൊരു മെച്യൂരിറ്റി കാണിക്കുക. പിന്നെ ഒരു നല്ല ഓഡിയൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പടം കാണാൻ ഒരു യോഗം വേണം. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം എഡിഎക്സ് സൈനിങ് ഓഫ്.